ഷംസ പറക്കട്ടെ. നേരത്തെ ശ്രീ നൗഷാദ് അലി പറഞ്ഞത് വളരെ കൃത്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ചൂതുകളിയല്ല. ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറെ വാങ്ങുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിശുദ്ധിയുടെയും പ്രത്യയശാസ്ത്ര നിബദ്ധതയുടെയും ഒക്കെ കൂടി ഒരു അരങ്ങാണ് എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ ഞാൻ ദാ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ അൻവർ അങ്ങോട്ട് ചെന്നാൽ ഉടനെ അവിടെ കസേര വലിച്ചു ഇടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മലയാളം അല്ല, PV അൻവർ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഈ പിണറായിസത്തെ പരാജയപ്പെടുത്തുന്നതിന്, അടുത്ത UDF ഗവൺമെൻറ് തിരിച്ചു വരുന്നതിന് അദ്ദേഹത്തിന് മത്സരമല്ല ഇവിടെ പ്രധാനം. അതിനുവേണ്ടി ഒരു വോട്ടും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് UDFന് പിന്തുണ കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിച്ചുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ UDF പ്രവേശനം ഉറപ്പിച്ചുകൊണ്ടോ അല്ല. എന്ത് പ്രയാസം നേരിട്ടാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പിണറായിസത്തെ പരാജയപ്പെടുത്തുന്നതിന് UDF തിരിച്ച് അധികാരത്തിൽ വരുന്നതിന് എന്ത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, UDFന് തിരികെ അധികാരത്തിൽ വരാൻ അൻവറിന്റെ സഹായം വേണോ എന്ന കാര്യം UDF സ്വാഭാവികമായും ജനാധിപത്യത്തിൽ 51% വലുത്. അതിൽ ഒരു വോട്ടും വലുതാണ്. അത് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ. PV അൻവർ ഇന്ന് ഒരു കണക്ക് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. LDF നിരന്തരമായി 3 വട്ടവും 4 വട്ടവും ജയിച്ച 60-62 മണ്ഡലങ്ങളിൽ അതിൽ 10-22 മണ്ഡലങ്ങൾ 6000 താഴെ വോട്ടിലാണ് LDF ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ വോട്ടും വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ ഇത്രമാത്രം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന PV അൻവറിൻ്റെ 10 വോട്ടാണെങ്കിലും ഓരോ വോട്ടാണെങ്കിലും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം. അൻവറിന്റെ പിന്തുണ സ്വീകരിച്ചു UDF എന്ന് വിചാരിക്കാം. തിരിച്ച് ഒരു കാര്യവുമില്ലാതെ അങ്ങനെ ഒരു പിന്തുണ തയ്യാറാവുമോ? അൻവർ PV അൻവർ വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ എനിക്ക് എൻ്റെ രാഷ്ട്രീയ നേട്ടമല്ല ഇവിടെ വരുത്. ഞാൻ ഇവിടെ പ്രതിദാനം ചെയ്യുന്ന ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. അവരനുഭവിക്കുന്ന പ്രയാസം നേരിടുന്നതിന് വേണ്ടി LDF ഗവൺമെൻറ് പരാജയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി UDF അധികാരത്തിൽ വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടാതിരിക്കുക. അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അൻവറിനെ പോലെ ഒരു ബിസിനസ്മാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് എങ്ങനെയാണ് പാർലമെന്റ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ ചെയ്യുക? അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ല UDFന് നിരുപാധിക പിന്തുണ കൊടുക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിന്നെ അദ്ദേഹത്തിന് ജനപിന്തുണ തിരിച്ചറിഞ്ഞുകൊണ്ട് UDF അദ്ദേഹത്തിന് ഒരു അക്കോമഡേഷൻ കൊടുക്കുമെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അതാണ് രാഷ്ട്രീയപരമായി എല്ലാവരും ചർച്ചയിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജനസമ്മതിയിൽ UDFന് കിട്ടുന്ന ആ വോട്ട് അതിന് തിരിച്ചും ഒരു സഹായം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു അക്കോമഡേഷൻ UDF കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.